ജയോ. ആരാ പാടുന്നത്? ഗോപിക മോൾ പാടും. ജയ രാധാ മാധവാ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവാ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, തുടങ്ങാം. റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യും മാതാജിയുടെ. കൃപയില്ലാതെ നമുക്കൊന്നും. അതുകൊണ്ട് ശ്രീ രാധെ ആദ്യം നമുക്ക് സ്തുതിച്ചിട്ട് തുടങ്ങാം. രാധേ ജയോ ജയോ മാധവ ദീദേ രാധേ ജയോ ജയോ മാധവ ദീദേ ഗോകുല തരുണീ മണ്ഡല മഹിതേ ഗോകുല തരുണീ മണ്ഡല മഹിതേ രാധേ ജയോ ജയോ മാധവ ദീദേ ദാമോദര രതിവർത്തനവേശി ഹരിനിഷ്കുട വൃന്ദാവിനേശി രാധേ ജയോ ജയോ മാധവ ദീദേ രാധേ ജയോ ജയോ മാധവ ദീദേ. ദാമോദര രതി വർത്തനവേശി. എപ്പോഴും രാധാറാണിക്ക് ഒരേ ഒരു ചിഹ്നം മാത്രമേ ഉള്ളായിരുന്നു, എന്റെ രാമോദരന്റെ രതി വർദ്ധിപ്പിക്കുക. അത് തന്നെ. വൃഷഭാനുദീ നവശിലേഖ വൃഷഭാനുദീ നവശിലേഖ ലളിതാ സഖി ഗുണരമിത വിശാഖി രാധേ ജയോ ജയോ മാധവ ദീദേ. രാധ ആരുടെ മകളാണ്? വൃഷഭാനു ദതി. വൃഷഭാനുവിന്റെയും കീർത്തിദാസുന്ദരിയുടെയും മകളാണ്. നമുക്ക് കേരളക്കാർക്ക് ഈ രാധയെ പറ്റി വലിയ ഒരു അറിവില്ല. അതുകൊണ്ട് രാധയെ പറ്റി പറയുന്ന സമയത്ത് കുറെ നമ്മൾ ഡീപ്പായിട്ട് അത് പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആന്തരിക, ഭഗവാൻ രാധ ഇല്ലെങ്കിൽ ഭഗവാൻ ഇല്ല, ആന്തരിക ശക്തിയാണ്. അന്നേരം രാ എന്നൊരു ശബ്ദം എവിടെ കേൾക്കുന്നുണ്ടോ അവിടെ ഭഗവാൻ അവിടെ എത്തുമെന്നുള്ളതാ. വൃഷഭാനുദതി പിന്നെ കീർത്തിദ സുന്ദരിയുടെ മകളായിട്ടാണ് രാധാറാണി ഈ ധർത്തിയില് ഈ ധരാധരത്തില് അവതരിച്ചിരിക്കുന്നതിനുള്ളതാ. അതൊരു ഒരു പർപ്പസ്, ഒരു ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് രാധാറാണി ഇവിടെ എത്തിയിരിക്കുന്നതിനുള്ളതാ. എന്നിട്ടോ രാധാറാണി എങ്ങനെയുള്ളതാ? കരുണാ കുരുമയി കരുണാ പരിത് സനക സനാതന വർണ്ണിത ചരിതേ രാധേ ജയോ ജയോ മാധവ ദീദേ രാധേ ജയോ ജയോ മാധവ ദീദേ. കരുണാകുരുമയി കരുണാഭരിതേ. രാധാറാണി എന്ന് പറഞ്ഞാൽ തന്നെ തന്നെയും തന്റെ ഭക്തന്മാർക്ക് കൊടുക്കും. അതിനൊരു സ്റ്റോറി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നന്ദകാവില്
കൃഷ്ണന് നന്ദകാവിലാണ് ഇത് ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം ഒരു തത്ത വന്നിട്ടാണെന്നെങ്കിൽ എന്നും കൃഷ്ണ നന്ദകാവിന് നന്ദഗോപുര വീടിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് എന്നും കൃഷ്ണ 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 എന്നും ഇതേപോലെ ഭജിക്കും. പക്ഷെ കൃഷ്ണന്റെ ദർശനം കിട്ടിയതേയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ തത്തയോട് പറഞ്ഞു, ഒരു മുനിവരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ നീ ബർസാനയിൽ പോകും. ബർസാന എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ സ്ഥലമാണ്. എന്നിട്ട് ബർസാനയിൽ അമ്പലം എല്ലാം ഉണ്ട്, പിന്നെ മാൻകാവ്, അങ്ങനെ ഒരുപാട് മോർമുക്കൂട്. ആ മോറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മയിലായിട്ട് ഭഗവാനും രാധാറാണിയും നൃത്തമാടിയ സ്ഥലമുണ്ടെന്നുള്ളത്. അവിടെ എന്ത് രസമെന്നറിയാമോ, ഓരോ ഗല്ലികളിൽ നമ്മൾ പോകണമെന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെ ബർസാനയിൽ പോകൂ. ബർസാന രാധാറാണിയുടെ അവിടെ ചെന്നിട്ട് കൃഷ്ണ 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 ഈ വിളി നീ അവിടെ ചെന്നിട്ട് വിളിക്കാൻ പറയും. എന്നിട്ട് രാധാറാണി ബർസാനയില് രാധാറാണിയുടെ വീടിന്റെ അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് ഈ തത്ത പറയാൻ തുടങ്ങി. കൃഷ്ണന്റെ ഒരു വിളി കേട്ടപ്പോഴത്തേക്ക് രാധ അവിടെ എത്തിയെന്നുള്ളതാ. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? പറഞ്ഞു, എനിക്ക് കൃഷ്ണ ദർശനം വേണമെന്ന് പറഞ്ഞു. നേരെ രാധാറാണി കൃഷ്ണന്റെ അടുത്ത് ഈ തത്തയെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ദർശനം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാധാറാണി ആരാണ്? കരുണാ കുരുമയി കരുണാ ഭരിത് സന്നഗ സനാതന വർണ്ണിത ചരിത്. എല്ലാരുടെ കൂടി പറയൂ, രാധേ ജയോ ജയോ മാധവ ദീദേ, രാധേ ജയോ ജയോ മാധവ ദീദേ, രാധേ ശ്രീരാധേ. പ്രഭുജി, രാധാറാണി നമ്മുടെ പ്രശ്നമെല്ലാം മാറ്റി തന്നോളും, ഒരു ടെൻഷനും വേണ്ട. മൈക്ക് ക്യാമറ ഓൺ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം. ഉഗ്രം മഹാവിഷ്ണും ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം. നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. നരസിംഹ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ വിഘ്നങ്ങളും മാറും. മായാപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുപാദര മായാപ്പൂരിൽ ആദ്യമായിട്ട് ഒരു അമ്പലം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, എപ്പോഴായി കഴിഞ്ഞാൽ എന്ത് കൊണ്ടുവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഉടനെ പ്രഭുപാദര എന്ത് ചെയ്തു, അവിടെ നരസിംഹമൂർത്തിയുടെ ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചു. പിന്നെ അങ്ങോട്ട് നോക്കാൻ പോലും ആർക്കും മനോധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ് നരസിംഹ ഭഗവാന്റെ ആ ഒരു കൃപാ കടാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് കാര്യങ്ങളും വിഘ്നം കൂടാതെ നടത്തി തരും. അതാണ് നമ്മളിപ്പോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കണ്ണന്റെ കൃപ കൊണ്ട്, രാധാറാണിയുടെ കൃപ കൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാമല്ലോ. എല്ലാവരും സൗഖ്യമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കണം. എന്നോടല്ല നിങ്ങൾ ചോദിക്കുന്ന, യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാ രൂപത്തില് ആ ഭഗവാനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതും ഒരേ ഭഗവാനാണ്. ആ ഭഗവാന്റെ അംശം ഇല്ലെങ്കിൽ നമ്മൾ എന്തായി? ശിവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശവമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എന്തുണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ ഇപ്പൊ നിയോഗമായിരിക്കും ഒരു പക്ഷേ ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ നിയോഗമില്ലാതെ ആർക്കും ഒന്ന് തുമ്മാൻ പോലും ഒന്ന് ശ്വസിക്കാൻ പറ്റില്ല. പിന്നെയാണ് ബാക്കി കാര്യം. ബോംബെ കിടന്ന ഞാന്, വൃന്ദാവനത്തിൽ കിടന്ന ഞാന് ഈ നാട്ടിൽ വന്ന് ഇതേപോലെ ഒരു ക്ലാസ് എടുക്കണമെന്ന് പ്രോജി പറയുകയും അതിനുള്ള ആ ഒരു ഇതിലെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി തരുകയൊക്കെ ചെയ്തത് ഭഗവാന്റെ ഒരു നിയോഗം. ഭഗവാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ പൂർണ്ണമായി അത് പൂർണ്ണമായിട്ടും അത് നല്ലതുപോലെ ക്ലാസ് എടുത്ത് എല്ലാവർക്കും മനസ്സിലായി ആ ഒരു ഭക്തിയിൽ നമ്മൾ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. എന്നിട്ടോ എല്ലാവരും വൃന്ദാവനത്തിലെ സഖിമാരെ
നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ, നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ. നമ്മള് വൃന്ദാവനത്തിലെ ഓരോരോ മൂലയിലും മുക്കിലും മൂലയിലും ഇപ്പോഴും അവിടുത്തെ ഗോപികമാരെങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? ഭഗവാന്റെ ആ ഒരു തിരുദർശനത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും അമ്പലമാണെന്നുള്ളത്. ഏത് വീട്ടിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അമ്പലം. ആദ്യം അവര് അവിടെയുള്ള പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ആദ്യമൊന്നും കുളിക്കില്ല, ഒരാഴ്ചയിൽ ഒരു ദിവസം കുളിക്കും. പക്ഷെ അവര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ കുളിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂജാമുറി കയറി അവര് ആദ്യം അങ്ങ് സുന്ദരികളാവും. എന്താന്ന് വെച്ചാൽ കുറെ എച്ചിക്കും അതും ഇതൊക്കെ ഇട്ടങ്ങ് സുന്ദരികളാവും. സുന്ദരികളായിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ പോകുന്ന എപ്പോഴും എങ്ങനെ വേണമെന്നറിയാമോ? ആ ഭഗവാൻ എത്ര സുന്ദരനാ. അന്നേരം ഭഗവാന്റെ സൃഷ്ടിയല്ലേ നമ്മള്. അന്നേരം നമ്മളും അതേപോലെ വീടും വൃത്തിയായിട്ടൊക്കെ വേണം ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് അവര് ഭഗവാന്റെ ആ പൂജാമുറി ചെന്നിട്ട് അവർക്ക് പൂജാമുറിയായിട്ട് ഒന്നും കാണില്ല, എന്നാലും ഒരു വിഗ്രഹം ഉണ്ടെന്നുള്ളത്. അവര് ലഡ്ഡുഗോപാൽ, അവർക്ക് എല്ലാ ആൾക്കാർക്കും ലഡ്ഡുഗോപാലുണ്ട്. ആ ലഡ്ഡുഗോപാലിനെ പൂജിച്ചതിന് ശേഷം മാത്രമാണ് അവര് വെളിയിൽ വന്നിട്ട് അവനവന്റെ ദിനചര്യ തുടങ്ങുന്നതെന്നുള്ളതാ. അങ്ങനെ ആദ്യം ഭഗവാന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴെന്തായി? അവരുടെ ദിനചര്യ ഏറ്റവും ശുഭമായിട്ട് ഏറ്റവും മംഗളകരമായിട്ട് നടക്കുന്നു. അവരുടെ കുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീധനം, എന്തോന്ന് സ്ത്രീധനം, സ്ത്രീ തന്നെ ഒരു ധനം. എന്നിട്ടോ അവർക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞൊരു കൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ അവര് ലഡ്ഡുഗോപാൽ എന്നാ പറയുന്നത്. എന്നിട്ട് ആ ലഡ്ഡുഗോപാലിനെ വഹിച്ചുകൊണ്ട് ആ വധുവാണെന്നുണ്ടെങ്കിൽ അവിടെ വരന്റെ വീട്ടിൽ പോകുന്നതെന്നുള്ളതാണ്. അത്രയ്ക്ക് അവരതിനകത്ത് മുഴുകിയായിരിക്കുന്ന വൃന്ദാവനവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസാന ജന്മം ആ വൃന്ദാവനത്തിൽ ആര് ജനിക്കുന്നുണ്ടോ അവർക്ക് അവസാന ജന്മം കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി കിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരുപാട് കുരങ്ങന്മാരും എല്ലാം അവിടെ ഉണ്ട്. അവരെ എല്ലാം പണ്ടത്തെ വലിയ വലിയ മഹർഷികളായിരിക്കും അവര്. ആ മഹർഷി അവിടെ ഈ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്യങ്ങളല്ല കേട്ടോ. ഞാൻ 11 വർഷം കൊണ്ട് വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അവിടെയുള്ള ഓരോരോ അംഗങ്ങളുമായിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് വേണം വ്യവഹാരം ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഓരോരോ ഗല്ലികളിൽ പോയിട്ട് അത് വൃന്ദാവനവാസിലെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് അവരുടെ ആ വാക്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവർ ആ ഭഗവാനിലാണ് ഇപ്പോഴും മുഴുകി ജീവിക്കുന്നത് എന്നുള്ളതാ. അതേപോലെ ഭട്ടതിരിപ്പാട് ആരിലായിരുന്നു മുഴുകി ജീവിച്ചത്? ഗുരുവായൂരപ്പനിലെ മുഴുകി ജീവിച്ചു. എന്നിട്ട് ഭട്ടതിരിപ്പാട് നമുക്ക് 4 ശ്ലോകങ്ങളിൽ 2ാമത്തെ ദശകത്തിലാണ് 4 ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 4 ശ്ലോകത്തിൽ നമുക്ക് എന്ത് തന്നോ? ഗുരുവായൂരപ്പന്റെ ആ ഒരു ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൂര്യസ്പർദ്ധി കിരീടം മൂർത്തതിലകം. എന്നിട്ട് സൂര്യനെ പോലും വെല്ലുന്നതായിട്ടുള്ള കിരീടം. പിന്നെയോ ആ നെറ്റിത്തടത്തിന്റെ ഗോപി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മകരകുണ്ടലങ്ങള്, ആ മകരകുണ്ടലങ്ങൾ എങ്ങനെ തിളങ്ങുന്നോ? കവിൾത്തടത്തിലെ ആ ശോഭ കൊണ്ട് മകരകുണ്ടലങ്ങൾ തിളങ്ങുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ വനമാല, പിന്നെ കസ്തുവം, ശ്രീവത്സം, അങ്ങനെ മുത്തുമാലകള്, പിന്നെ വനമാലകള്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് 4 ശ്ലോകത്തിൽ പറഞ്ഞു തന്നു. ഇനി നമ്മൾ 5ാമത്തെ ശ്ലോകം എടുക്കാനുള്ളത് അല്ലേ മാതാജിമാരെ? അതെ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? നിങ്ങൾ ഉടനെ റിപ്ലൈ ചെയ്യണം കേട്ടോ. അതെനിക്കൊരു സന്തോഷമാണ്. നിങ്ങളും ഞാനോട്ട് യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മള്. ആ ഭഗവാൻ തന്നെയാണ്. അന്നേരം ഈ ലോകത്തിലുണ്ടല്ലോ നമ്മൾ ഈ ഒരു തത്വം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വഴക്കോ വക്കാണമോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുത്തിക്കൊലയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനെന്ന ഈ കുത്തിക്കൊലയും ബാക്കി കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാ ഉണ്ടാവുന്നത്? ഞാനെന്ന ഭാവത്തില്. അതാണ്. അന്നേരം പക്ഷെ എല്ലാരും മനസ്സിലാക്കുക, നിങ്ങളും ഞാനും ഒന്ന് തന്നെയാ. എന്തുകൊണ്ട്? ഭഗവാന്റെ അംശം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ശിവൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ ഈ ശവമായില്ലേ, ജഡമായി കഴിഞ്ഞു. അന്നേരം നമ്മുടെ എല്ലാ അവയവങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തത്വങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് വരാം. ഭഗവാന്റെ ആ ഒരു കാരുണ്യത്താൽ നമുക്ക് മുന്നോട്ട് തുടങ്ങാമല്ലോ അല്ലേ? എന്നിട്ട് നോക്കിനെ 5ാമത്തെ ശ്ലോകം. ലക്ഷ്മീ താപകരാമണീയ കൃതേവേയം പരേശേ സ്ഥിരേരി അസ്മിന്നന്നദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേത്വദ്ദാന ഗുണാനുകീർത്തനരസാസക്താദി ഭക്താജന തേശേഷാ വസതി സ്ഥിരൈവ ദീദാ പ്രസ്താവ ദത്താദരാ ലക്ഷ്മീ താപക രാമണീയക ഹൃദേ ഏവം പരേശേ സ്ഥിരേരി അസ്മിന്നന്നദപി പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപദേ ഏത്വദ്ദാന ഗുണാനുകീർത്തനരസാ സക്താഹി ഭക്താജന തേശേഷാ വസതി സ്ഥിരൈവ ദീദാ പ്രസ്താവ ദത്താദരാ.
ലക്ഷ്മി താപക രാമണീയക ഹൃദയവേയം പരേഷ സ്ഥിരേതി അസ്മിന്നന്നതതി പ്രമാണമധുന പശ്യാമി ലക്ഷ്മീപദേ യേ ത്വദ്ദാന ഗുണാനു കീർത്തന രസാസക്താദി ഭക്താജന തേഷേസ വസതി സ്ഥിരൈവദൈവ പ്രസ്താവ ദത്താദന. ഹരിബോൾ ഒന്ന് നോക്കിയിട്ടേ ഒന്ന് നോക്കിനെ എന്നിട്ട് വായിക്കണേ. എളുപ്പം വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോകും കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞ വായിച്ചാട്ടെ. ലക്ഷ്മീ താവക രാമണീയക ഹൃദയവേയം പരേഷു സ്ഥിരേതി അസ്മിന്നന്യതമി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏതദ്യാനുഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷേഷ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവ ദത്താദരാ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചാട്ടെ. ലക്ഷ്മീ സ്ഥാവകരമണീയ ഹൃദയം പരേഷസ്ഥിരേ തസ്മിന്നദ്യപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേഥോധ്യാനാനുഗുണാന്യ കീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവ ദത്താദരാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 2-3 തവണ വായിക്കുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും നല്ലതുപോലെ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതും ഭഗവാന്റെ ആ ഒരു കൃപ തന്നെ. എന്നിട്ടാണ് മേൽപ്പത്തൂർ എന്താ പറയുന്നതെന്ന് അറിയാമോ? ലക്ഷ്മി താവക രാമണീയ ഹൃദയവേയം പരേഷേ സ്ഥിരേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ ലക്ഷ്മിപദേ, ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, ആണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ സൗന്ദര്യം കണ്ടങ്ങ് ഭ്രമിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആഭരണങ്ങൾക്ക് സൗന്ദര്യം കിട്ടുന്നത് ഭഗവാന്റെ സൗന്ദര്യത്തിൽ നിന്നാണെന്നുള്ളതാണ്. അന്നേരം പറയുന്നത് എന്താ? ലക്ഷ്മിപദേ, ഹേ ലക്ഷ്മിപദേ, ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, അങ്ങയുടെ സൗന്ദര്യത്തെ ഭ്രമിച്ചിരിക്കുകയാണ്. എന്നിട്ടോ അങ്ങയുടെ ഗുണഗാനങ്ങൾ എവിടെ കേൾക്കുന്നുണ്ടോ അവിടെ ലക്ഷ്മിപതി ശ്രദ്ധിക്കൂ എന്നുള്ളതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങയുടെ ഗുണാന് കീർത്തന രസ എവിടെയുണ്ടോ, ഭക്തജനങ്ങൾ എവിടെ അങ്ങയുടെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നുണ്ടോ അവിടെ എന്താവും? ലക്ഷ്മി ദേവി ഉടനെ അവിടെ ശ്രദ്ധിച്ചിട്ട് അവിടെ എണീറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കായാലും ഏത് സ്ത്രീക്കായാലും അങ്ങനെയല്ലേ, നമ്മളൊക്കെ സാധാരണക്കാരെ, എന്നാൽ പോലും നമ്മളെ ഭർത്താവിനും ഗുണഗണങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലയോ എന്ന് പറയുന്നത് പോലെ ലക്ഷ്മിപദേ, ഹേ ലക്ഷ്മിപദേ, ലക്ഷ്മി ദേവി ഉണ്ടല്ലോ. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് മൂർത്തിഭാവമാണ്. അതിലും സൗന്ദര്യമാണ് ഭഗവാൻ. ഏതാ? ശ്യാമസുന്ദരൻ ആരാണെന്നറിയാമോ? ഭുവനമോഹനനാ, ഭുവനസുന്ദരനാണ്. ആ ഭുവനസുന്ദരന്റെ ഗുണഗണങ്ങൾ എവിടെ കേൾക്കുന്നുണ്ടോ അവിടെ ഉടനെ തന്നെ ലക്ഷ്മിപതി എത്തുമെന്നുള്ളത്. അന്നേരം നമ്മൾ എന്താ ലക്ഷ്മി ലക്ഷ്മി ഓം നമസ്തേസ്തു മഹാമായി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അവിടെ വരില്ല. ഹേ കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി ഉടനെ അവിടെ വരെ എന്നെ വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉടനെ ഭഗവാൻ എന്റെ ഭർത്താവിനെ വിളിക്കുന്നു, ഞാൻ ഉടനെ അവിടെ എത്തുമെന്നുള്ളതാ എന്ന് പറയുന്ന പോലെ ലക്ഷ്മി അവിടെ അങ്ങനെ പറയുന്നു. ധ്രുവം പരിചിത്രസായനമയം ചേതോഹരം ശൂന്യതാം സത്യപ്രേരയതേ മതിമദയതേ രോമാഞ്ചയത്യംഗഃ വാസിഞ്ജതവിശീലബാഷ്പവിസരേ ആനന്ദമൂർച്ഛോദ്ഭവേ ധ്രുവം പരിചിത്രസായൻ ഏവം ഭൂതമനോജതാനവസുധാ നിശ്യന്ത സന്തോഹനം ധ്രുവം പരിചിത്രസായനമയം ചേതോഹരം ശൂന്യതാ സത്യപ്രേരയതേ മദീമദയതേ രോമാഞ്ചയത്യംഗഃ വാസിഞ്ജതവിശീലബാഷ്പവിസരേ ആനന്ദമൂർച്ഛോദ്ഭവേ ഏവം ഭൂതമനോജതാനവസുധാ നിശ്യന്ത സന്തോഹന. പിന്നെയോ ധ്രുവം പരിചിത്ര സായനമയം ചേതോഹരം ശൃണ്യത സദ്യ പ്രേരയതേ മദയതേ രോമാഞ്ച യത്യംഗഹം വ്യാസിഞ്ജത വിസീത ബാഷ്പവിസരേ ആനന്ദ മൂർച്ഛോദ്ഭവേ. ഒന്ന് വായിച്ചു സംശയങ്ങളോട് ഒന്ന് ചോദിച്ചാട്ടെ. വായിക്കട്ടെ മാതാജി? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ.
ഏവം ഭൂതമനോജ്ഞത നവസുധാ നിക്ഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്ര സായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യസിഞ്ചത്യഭിഷീദ ബാഷ്പ വിസരൈ ആനന്ദമൂർച്ഛോദ്ഭവേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരിചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിമദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യവിവിചീത ബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഹരേ ഹരേ കൃഷ്ണ. ഭയങ്കര നല്ലതായിട്ട് വായിച്ചിട്ടോ. ഏവം ഭൂതമനോജാനവസുധാ സന്തോഹനം ത്വദ്രൂപം പരിചിത്രസായനമയം ചേതോഹരാശൂന്യതാം സത്യ പ്രേരയതേ മദയതേ രോമാഞ്ചയത്യംഗകം ദാസിഞ്ചത്തവിസീത ബാഷ്പവിസരേ ആനന്ദമൂർച്ഛോദ്ഭവൻ. ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആനന്ദം ഉണ്ടാകുന്നില്ലേ? ആ ഭഗവാന്റെ ഒരു സുന്ദര രൂപം കേൾക്കുമ്പോഴോ അതിനേക്കാ കാണുമ്പോഴോ അതിനേക്കാൾ ആദ്യം എന്താ പട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തന്നത്? ആ ഭഗവാന്റെ ആ സുന്ദര രൂപം നമുക്ക് കാണിച്ചു തന്നത്. ആ സുന്ദര രൂപം അങ്ങോട്ട് കാണിച്ചു തന്നപ്പോഴത്തേക്ക് നമുക്ക് ഭഗവാന്റെ ഒരു ചെറിയൊരു ഫോട്ടോ കണ്ടാൽ തന്നെ എന്തോ സന്തോഷം വരുന്നത് അല്ലെ? എന്ന് പറയുന്നത് പോലെ ആ ഭഗവത് രൂപ ദർശനത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുളകാഞ്ചിതമാകുന്നു. ഏവം ഭൂതമനോജാനവസുധാ സന്തോഹനം ത്വദ്രൂപം, അങ്ങയുടെ രൂപമോ പരിചിത്ര സായനമയം ചേതോഹരാശൂന്യത. നമ്മുടെ കാതുകൾ എന്തിനു വേണം? ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വേണം. നമ്മുടെ ഓരോ അവയവങ്ങളും അതിനായിട്ടായിരിക്കണം വെക്കുന്നത്. എന്നിട്ടോ സത്യ പ്രേരയതേ മദയതേ, എന്നിട്ടോ നമുക്ക് രോമാഞ്ചയത്തെങ്കം, രോമാഞ്ചം ഉൾക്കൊള്ളുവാണെന്നുള്ളതാ. പുളകച്ചാത്തടി മുടിയന്മേൽ മുള പൊട്ടിയിടും ദിനമെങ്ങോ. ഭഗവാനോട് ചോദിക്കണം എന്തേ? അന്നാളെന്നു വരും അന്നാളെന്നു വരും. ഭഗവാനെ അങ്ങയുടെ നാമങ്ങൾ കേൾക്കുമ്പോ അങ്ങയുടെ ആ തിരുരൂപം നമ്മള് ദർശിക്കുന്ന സമയത്ത് എന്ത് വരണം നമുക്ക്? പുളകച്ചാത്തടി മുടിയന്മേൽ, എന്റെ മേൽ എപ്പോഴാണ് പുളകം വരുന്നത്? ആനന്ദ ബാഷ്പ എപ്പോഴാണ് ഭഗവാനെ വരുന്നേന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ സ്വയം ഭഗവാനോട് ചോദിക്കണമെന്നുള്ളതാ. ആ ഭഗവാൻ ഉണ്ടല്ലോ നമുക്കതിന് തീർച്ചയായിട്ടും മറുപടി തരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി തന്നോണ്ടേ ഇരിക്കുകയാണ്. ആദ്യം നമ്മുടെ കൃഷ്ണനുണ്ടല്ലോ കുറച്ചൊക്കെ നമ്മൾ ഭക്തിയിലോട്ട് വരുന്ന സമയം ഉണ്ടല്ലോ, എന്റെ ഗുരുജി പറയായിരുന്നു ആദ്യം നമ്മൾ ഭക്തിയിലോട്ട് വരുമ്പോ ഈ കൊച്ചുകൾക്ക് എങ്ങനെയാ ചോക്ലേറ്റ് കൊടുത്തിട്ട് നമ്മളെ ആകർഷിക്കുന്നത് എന്നതുപോലെ നമ്മളെ ചോക്ലേറ്റ് തന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഭഗവാനിലേക്ക് കുറച്ച് അടുപ്പിക്കും. അങ്ങനെ കുറച്ച് നമ്മളൊന്ന് അടുത്ത് തരുമ്പോഴുണ്ട് ഈ കണ്ണന്റെ ഒരു മായാക്കണ്ണന്റെ ഒരു വേല എന്താണെന്നറിയാമോ? ഒരു പരീക്ഷണം തരും. ഇവള് ദൃഢമാണോ എന്റെ ഭക്തിയില്, അതോ ഇവിടെ പിന്മാറി പോകുമോ? മുക്തിക്ക് ഇവക്ക് ആ മുക്തി സാധനമാണോ ഇവള്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആത്മാവാണോ ഇത് എന്നുള്ളത് ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഭഗവാനാണെങ്കിൽ ഭാഗവതത്തിലൊക്കെ ശരിക്കും പറയുന്നുണ്ട് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് എടുക്കും എന്നുള്ളതാണ്. എന്നിട്ട് ആ പരീക്ഷണത്തിൽ കിടത്തി അങ്ങ് നീ ചൂളയിൽ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളെ ഒരുക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നിട്ടുണ്ടല്ലോ ഭഗവാന്റെ മായ ഇത്, ഭഗവാന്റെ പരീക്ഷണമാണ് ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഭഗവാൻ നമ്മളെ രണ്ട് കൈ കൊണ്ട് താങ്ങിക്കൊണ്ട് നിന്നോളൂ എന്നുള്ളത്. എവിടെ ആയി കഴിഞ്ഞാലും ഒരു വീഴ്ചയും കൂടാതെ ഭഗവാൻ നമ്മളെ കാക്കും എന്നുള്ളത്. അതുകൊണ്ട് വളരെ നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും ഉണ്ടല്ലോ വളരെ മുന്നോട്ട് പോകുന്നത് അതേപോലെ ആയിരിക്കണം. കള്ളക്കണ്ണന്റെ ആ കളികളുണ്ടല്ലോ ഏത് സമയത്തും നമ്മുടെ അടുത്ത് വരാമെന്നുള്ളത്. അതിന്റെ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ആ തൃപ്പാദത്തില് ഭഗവാനെ ഈ പാദമല്ലാതെ നിങ്ങൾക്ക് വേറൊരു ആശ്രയവും ഇല്ല, അതേ ഉള്ളൂന്നേ ആശ്രയം. എന്താ? അഹമേവാസുദേവാന്റെ ഞാനിത് പരം പശ്ചാത്തല അവശിഷ്യ സോസ്മനം, ഒന്നും അവശേഷിച്ചിട്ടില്ല. പണ്ടില്ല, ഇപ്പോഴും ഇല്ല, വരാൻ പോകുന്ന കാലത്തും ഇല്ല. ഭഗവാനെ അങ്ങല്ലാതെ വേറൊരു ആശ്രയം ഞങ്ങൾക്കില്ലേ എന്നുള്ള ആ രീതിയിൽ നമ്മൾ ആ ഭക്തിപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാൻ നമ്മളെ രണ്ട് കൈ കൊണ്ട് നാങ്ങിക്കൊള്ളുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാകുന്നത്. ഗജേന്ദ്ര മോശമൊക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. ആ ഗജേന്ദ്രനെ തന്നെയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു ആനയായിട്ട് പോലും എന്താ ഭഗവാൻ സ്വയം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ
ഗജേന്ദ്രനെ എങ്ങനെയാ കൊണ്ടുപോയത്? തന്റെ ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിനെ കാര്യമായിട്ട് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി എന്നാണ്. നമുക്കും നമ്മുടെ ഈ ജീവിതം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുണ്ഠമാക്കാം എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഈ ടെൻഷനില്ല. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖാലയം അശാശ്വതമായ ഈ ഭൂമി, ആ ലോകത്ത് ജീവിക്കുന്ന നമ്മളും അങ്ങനെ തന്നെയാ. എപ്പോഴും ദുഃഖം പേറിയിരിക്കും. എന്താ? കഴിഞ്ഞതിനെ പറ്റി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചോണ്ടേയിരിക്കും. യോ എനിക്ക് അങ്ങനെ വന്നല്ലോ, എനിക്ക് കളയുന്നേ. കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. പ്രസന്റിനെ പറ്റി ചിന്തിക്കുക, ഭഗവാൻ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിങ്ങൾ ചെയ്ത പോലും ഭഗവാന്റെ ആ കൃപാകടാശം ഉണ്ടല്ലോ നമ്മളില് അമൃത പോലെ കോരി ചെയ്യുന്നുള്ളത് നമുക്കത് മനസ്സിലാവും. അതാണ് ഇനി അടുത്തത്. ഏവം ഭൂതദയാദിഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാ വിശോത്തമതരോ യോഗീശ്വരേ ഗീയതേ സൗന്ദര്യരസാൽമഹേ ത്വയികലോ പ്രേമ പ്രകർഷാത്മിക കർത്തേർനെ ശ്രമമേവ വിശ്വപുരുഷേ ലഭ്യാരമാവല്ലഭ ഏവം ഭൂതദയാദി ഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാ പുരുഷോത്തമതരോ യോഗീശ്വരേ ഗീയതേ സൗന്ദര്യരസാൽമഹേ ത്വയികലോ പ്രേമ പ്രകർഷാത്മിക ഭക്തേർനെ ശ്രമമേവ വിശ്വപുരുഷേ ലഭ്യാരമാവല്ലഭ ഏവം ഭൂതദയാദി ഭക്ത്യ അവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരേ ഗീയതേ സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തേർ നിശ്രമമേവ വിശ്വപുരുഷേ ലഭ്യ രമ വല്ലഭ. ഒന്ന് നോക്കിട്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചാൽ. ഏവം ഭൂതദയാ ഹി ഭക്ത്യ അഭിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരൈർ ലഭ്യാരമാവല്ലഭ. ഹരേ കൃഷ്ണ. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷേ ലഭ്യ രമാവല്യ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വളരെ നല്ലതായി പറഞ്ഞാട്ടെ. അടുത്ത ആള്. ഹരേ കൃഷ്ണ ചൊല്ലട്ടെ. ഓ ചെല്ലിയാട്ടെ. ഏവം ഭൂതതയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ ഹരി ബോൾ. വെരി ഗുഡ്. അതെ, ഈ രമാവല്ലഭനെ നമുക്ക് കിട്ടാൻ എന്താ വേണ്ടുന്നത്? രമാവല്ലഭൻ എന്ന് പറഞ്ഞ ആരാ? സാക്ഷാൽ കൃഷ്ണന്. മനസ്സിലായി പറഞ്ഞേ? വൈകുണ്ഠാധിപതിയായിട്ടുള്ള ഭഗവാനാണ് രമാവല്ലഭന്. അന്നേരം ഏവം ഭൂതദയാദി ഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത്. ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ എന്നുള്ളതാ. നിങ്ങൾ പറയാ നമ്മളുണ്ടല്ലോ ഇപ്പൊ അത് കൊടുക്കണം ഇത് കൊടുക്കണം അങ്ങനെ ഒന്നുമില്ല ഭഗവാന്. പക്ഷേ നമ്മളെങ്ങനെയാ ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിന് ധനാദികൾ ആദി കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ്, അല്ലാതെ ഭഗവാന് ആ ഭക്തന്റെ ഒന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കെന്താ പൈസ വേണം. പൈസ എന്തിനു വേണ്ടിയിട്ടാ? പ്രചാരം ചെയ്യാൻ. പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനാണ്. ഇപ്പം പണ്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എന്റെയൊക്കെ സമയത്ത് ഒരു ആണെന്നുണ്ടെങ്കിൽ ഒരു സപ്താഹങ്ങളോ അങ്ങനൊന്നും അമ്പലങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സപ്താഹങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ടുണ്ടല്ലോ യങ് ജനറേഷന് കുറച്ചുകൂടെ ഒക്കെ ഒരു അറിവ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ആ സപ്താഹത്തിനായാലും ഇങ്ങനെ സത്സംഗങ്ങൾ നടക്കാനായാലും അമ്പലങ്ങൾ കെട്ടാനായിട്ടുണ്ടായാലും ആ അമ്പലത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഇസ്കോൺ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചനാരദ വിധി പ്രകാരമുള്ള ഇത് ആരതി നടക്കുന്നുള്ളത്. അത് നോക്കൂ. അതിനെല്ലാം എപ്പോഴായാലും പൈസ വേണം. അല്ലാതെ ഭഗവാൻ എന്താ വേണ്ടുന്നത്? ആ ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഭക്തന്മാരെ
നമ്മളാണെന്നുണ്ടെങ്കിൽ അഹം വഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തന്മാരാണ് ഭഗവാന്. ആ ഭഗവാന്റെ കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം വരാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭഗവത് ഭക്തന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. അന്നേരം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതിലാണ് നമുക്കുള്ളത്. നമുക്ക് കൊണ്ടുപോകുമ്പോഴോ നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല, കൈ മലർത്തി തന്നെ നമ്മൾ പോകേണ്ടി വരുമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം തന്നെ ഇവിടെ പട്ടതിരിപ്പാട് എന്താ പറയുന്നത്? കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, 3 അന്നേരം ഈ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഭക്തി വരണം. പക്ഷേ അതിനുണ്ടല്ലോ ജന്മജന്മാന്തരങ്ങൾ എടുക്കും. ആ ഭക്തിയോഗത്തിൽ വന്നാൽ മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാവൂ എന്നുള്ളതാണ്. അതേപോലെ ജ്ഞാനത്തിലായിട്ടല്ല, ഉപനിഷത്തുകളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വേണം. പക്ഷെ ഉണ്ടല്ലോ ഭക്തിമാർഗമാണ് പട്ടതിരിപ്പാട് പറയുന്നത്. എളുപ്പം ഭഗവാനെ കിട്ടാനായിട്ടുള്ള ആ ഒരു മാർഗം എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികൾ കെട്ടുക, ചാരിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അന്നേരം അവരിങ്ങനെ കറങ്ങി പിന്നെ ജന്മം മൃത്യു ജരാവ്യാധിയിൽ കൂടി അവരിങ്ങനെ കറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ മൂക്കി തൊടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റും തൊടാം, ഞാൻ ചുറ്റിയും തൊടാം. അതേപോലെ ഒരു ബിൽഡിങ്ങിൽ കയറണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ലിഫ്റ്റ് ഉപയോഗിക്കാം, നമുക്ക് സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം. അന്നേരം ഡയറക്റ്റ് ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മോക്ഷപ്രാപ്തി മുക്തി കിട്ടുമെന്നുള്ളതാണ്. അതിന് എന്താ വേണ്ടത്? നമ്മള് ശ്രവണാദികൾ ചെയ്യണം. ഇവിടെ ഒരു സത്സംഗം ഉണ്ട്, ഞങ്ങളൊക്കെ ആണെങ്കിൽ ബോംബെയിലുണ്ടല്ലോ. ബോംബെയിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ 33 വർഷം ബോംബെയിലായിരുന്നു. ആ ബോംബെയിൽ നിന്നാണ് ഇസ്കോണി വന്നത്. ഇസ്കോണിൽ നിന്നാ പിന്നെ ഞങ്ങൾ വൃന്ദാവനത്തിലേക്ക് മാറി എന്നുള്ളത്. അന്നേരം എത്ര ദൂരെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ആ സത്സംഗങ്ങളിൽ പോവായിരുന്നു എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്നുള്ളതുണ്ടല്ലോ, ഇതാണ് ഭഗവത് നാമം, ഭഗവത് സ്തുതി, ഭഗവത് കീർത്തനം, ഭഗവാന്റെ നാമങ്ങൾ എവിടെ പറയുന്നു, ഭഗവാന്റെ കഥകൾ എവിടെ കേൾക്കുന്നുണ്ട്, അവിടെ നമ്മൾ ഓടിയെത്തണമെന്നുള്ളതാണ്. അവിടെ നമ്മൾ വിളിച്ചില്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊന്നും വിളിക്കാറേ ഇല്ലായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ നമ്മൾ അറിഞ്ഞു കേട്ട് അവരിങ്ങനെ ഒന്ന് കൊടുക്കും, ഇങ്ങനെ ഒരു അറിയിപ്പ് പോലെ കൊടുക്കും. ആ അറിയിപ്പ് കേട്ടാൽ പോലും ഡയറക്റ്റ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ എത്തുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ശ്രവണാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ നാമസംഗീതത്തിനുണ്ടോ അവിടെ ശ്രവണം കേൾക്കണം. കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ എന്ത് ചെയ്യണം? മനനം ചെയ്യണമെന്നുള്ളതാണ്. മനസ്സിലായ പറഞ്ഞത്? മനനം ചെയ്യണം. മനനം ചെയ്തിട്ട് ഭക്തി നമ്മളില് ഉത്ഭവിക്കൂ എന്നുള്ളതാണ്. അന്നേരം ലൗകിക സുഖസതൽ ലോഭങ്ങൾ ആഹയഹന്നൽ മനതാര്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ശ്രവണം കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നാമസംഗീതത്തിന് ആദ്യം, പിന്നെ ശ്രവണം കേൾക്കുന്നു, പിന്നെ മനനം ചെയ്യുന്നു. ആ മനനത്തിൽ കൂടിയാണ് നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രേമായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ട് ഭഗവാനല്ലാതെ ലോകത്ത് വേറെ ഒന്നുമില്ല, ഭഗവാൻ അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ഒന്ന് പോയി പോലും. നമ്മുടെ ശരീരം പറഞ്ഞ ഒരു വലിയ ഫാക്ടറിയല്ലേ. ഏതെങ്കിലും ഒന്ന് പണിമുടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പ്രശ്നങ്ങളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അന്നേരം ആ ഭഗവാന്റെ പാദത്തില് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അതിപ്പം പട്ടതിരിപ്പാട് പറയുന്ന എന്തുവാ? ലക്ഷ്മി ലഭ്യ രമാവല്ലവ. ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാന്റെ ആ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നതാണ്. പക്ഷേ ഭഗവാന് പ്രീതി എവിടെയാ കിട്ടുന്നേ? ഭക്തന്മാരുടെ കാലടികളിൽ എന്നാ പറയുന്നത്. ഭഗവാൻ ഭക്തന്മാരുടെ പുറകിലേ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പാദധൂളി എടുത്തിട്ട് ഭഗവാൻ സ്വയം ശിരസിലടിയുന്ന പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തിമാർഗത്തിന്റെ ആ ഒരു ഭഗവാൻ മീര സാക്ഷാൽ നമ്മുടെ ഭക്തമീര. ആ ഭക്തമീരയുടെ കഥ തന്നെ നോക്കൂ. റാണിയായിരുന്നു. പക്ഷെ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിൽ വന്നിട്ട് വൃന്ദാവനത്തില് അവരുടെ ഭജൻ കുടീരുണ്ടാക്കി. ഭജൻ കുടീരുണ്ടാക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും ഭജനം മാത്രം. വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. സമയം പോലും ഉണ്ടല്ലോ ഭക്തർക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കും എന്നുള്ളതാ. ഈ ഭക്തമീരയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭജൻ കുടീർ ഇപ്പോഴുണ്ട്. ഭക്തമീരയുടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സമാധി ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഭക്തന്മാരുടെയും കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഭക്തന്മാരുണ്ട്. പൂന്താനം, കുറൂരമ്മ, അങ്ങനെ എത്ര ഭക്തന്മാര് ഭഗവാനെ കണ്ടുകൊണ്ട് ജീവിച്ച ആൾക്കാരെന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടല്ലോ ആ ഭക്തിയോഗത്തിൽ നമ്മൾ വരിക. ആ ഭക്തിയോഗത്തിൽ കൂടി നമുക്ക് മുക്തിക്കുള്ള മാർഗം, ആ പാത നമ്മൾ വെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗവതം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക, സത്സംഗം. ഭാഗവതത്തില് ഉടനീളം പറയുന്നുണ്ട് സത്സംഗം എന്നുള്ളത്. ഇതെല്ലാം ഭക്തി കിട്ടാനുള്ള മാർഗമാണ്.
പട്ടതിരിപ്പാട് ഇതാണ് ഇവിടെ പറയുന്നത്. ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാന്റെ ആ സൗന്ദര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒന്ന് കണ്ടുപോലെ എന്തോ ഒരു സന്തോഷമാണ്. ആ ഉണ്ണിക്കണ്ണന്റെ ആ ലീലകൾ, എന്തെല്ലാം ലീലകളായിരുന്നു ഭഗവാന്റെ. ഹരിബോൾ. എന്നിട്ട് ഇനി അടുത്തത് നിഷ്കാമം നിരസ്വധർമ്മചരണം യത്കർമ്മ യോഗാവിധം തദ്യൂഢേത്യഫലം യദൂപനിഷദാനോപലഭ്യം പുനഃ അവ്യക്തതയാ സുതർക്കമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മഭക്തിരേവ സതതം സാധീയസി ശ്രേയസി നിഷ്കാമം നിയതാ സ്വധർമ്മചരണം യത്കർമ്മയോഗാവിധ തദ്ദൂരേത്യ ഫലം യദൂപനിഷദാനോപലഭ്യം പുനഃ തദ് അവ്യക്തതയാ സുതർക്കമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകാ ഭക്തിരേവ സതതം സാധീയസി ശ്രേയസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുര്യേത ഫലം യദോപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തദ്വ്യക്തതയാ സുദർഗമതരം ചിത്തസ്യ തസ്മാ വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി ശ്രേയസി. ഹരി ഹരേ ബോൾ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈകിട്ട മാതാജി. നിഷ്കാമം നിയത സുധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത ഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി ശ്രേയസി. ഹരേ കൃഷ്ണ മാതാജി. മാതാജിമാരെ വേറെ ആർക്കെങ്കിലും ഉണ്ടല്ലോ എവിടെയെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവരൊക്കെ പെട്ടെന്ന് അങ്ങ് പിക്കപ്പ് ആവുന്നുണ്ട്. എവിടെങ്കിലും ആർക്കായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടതിരിപ്പാടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മൊത്തം ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാനത് തീർത്തു തരാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആരും ഇല്ലേ? എത്ര പേരുണ്ട്? ആ നിഷ്കാമം സ്വയതാം നിയതധർമ്മചരണം യത്കർമ്മ യോഗാഭിധം. കർമ്മം ഞാൻ പറഞ്ഞു, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. എന്നിട്ടോ ഭഗവത് കഥ പറയുന്നിടത്തോ നിഷ്കാമമായിട്ട് എവിടെ ഭഗവത് കഥ പറയുന്നുണ്ടോ അവിടെയാണെന്നുണ്ടെങ്കിൽ നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിക്കരുത്. നമ്മൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഉണ്ടല്ലോ അതിന് ഫലം ആഗ്രഹിക്കുക. ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അർജുനോട് പറയുന്നു, നിന്നെ ഞാനോട് നിമിത്തം മാത്രം ആക്കിയിരിക്കുക, നീ എന്തിനായി പേടിക്കുന്നത്? എന്നിട്ട് ഭഗവാൻ ആണ് കാണിച്ചു കൊടുത്തു എന്നുള്ളതാ. എല്ലാവരും ഭഗവാന്റെ ഉള്ളിൽ കൂടെ ചത്തിങ്ങനെ പോകുന്നത് എന്നുള്ളതാ. വെറും നമ്മളെയൊക്കെ തന്നെ ഉണ്ടല്ലോ ഈ ലോകത്തിലില്ല എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ നിമിത്തമാക്കിയിരിക്കുക, വേറെ ഒന്നും അല്ല. അതുകൊണ്ടുണ്ടല്ലോ ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യും. കർമ്മയോഗാവിധം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാത്തിനും അവർക്ക് നമ്മളെല്ലാം ചെയ്യും. പക്ഷെ എന്താ വേണ്ടത്? പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് ഈ കർമ്മയോഗത്തിൽ കൂടുതലും ആൾക്കാർ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനെ അങ്ങയുടെ നിയോഗത്താൽ ഞാൻ എല്ലാം ചെയ്യുന്നു, അല്ലാതെ എനിക്ക് ഒന്നുമില്ല, അങ്ങാണ് എന്റെ എല്ലാം എന്നുള്ള ആ രീതി നമ്മൾ ചെയ്യണം. പിന്നെയോ ജ്ഞാനോപ്യ ലഭ്യം പുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തുകളിൽ കൂടിയും ബാക്കി എല്ലാ കാര്യങ്ങളിൽ കൂടിയും നമ്മൾ ജ്ഞാനം നേടുന്നു. പക്ഷെ അതിനകത്തുണ്ടല്ലോ ഭഗവാന്റെ എന്താ പറയുന്നത്, ഭഗവാന്റെ ആ രൂപമില്ലാത്ത ആ ഒരു രീതിയിലാണ് അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഭഗവാൻ ഒരു രൂപമില്ല, ഒന്നുമില്ല എന്നുള്ള രീതി നമുക്ക് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ആ ഭഗവാന്റെ തുണ്ണിക്കണ്ണന്റെ ആ ഓമന രൂപം ഉണ്ടെങ്കിൽ നമ്മൾ അതിലങ്ങ് മുഴുകത്തില്ലേ. പക്ഷെ നമ്മൾ എത്ര വലിയ ജ്ഞാനി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ ജന്മാന്തരങ്ങൾ എടുത്തിട്ട് പിന്നെ ഭക്തിയോഗത്തിൽ വരാൻ പറ്റൂ. ആ ഭക്തിയോഗത്തിൽ വന്നു കഴിഞ്ഞാലോ പ്രേമാത്മക ഭക്തിരേവ സതതം സാധീയസി ശ്രേയസി. ആ ഭക്തിയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രേമമല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളതാ. ആ ഭഗവൻ ഇപ്പം തന്നെ വൃന്ദാവനവാസികളായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ
ഞാൻ എന്റെ തന്നെ ഒരു കഥ പറയാം. മഹാശിവരാത്രിക്ക് ബോംബെയിൽ ഞങ്ങൾ ഒരു അമ്പലം ഇങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. അന്നേരം ആ മഹാശിവരാത്രിക്ക് അവിടെയുള്ള ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ത് ചെയ്തു അറിയുമോ, അവർ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി അവരാണെങ്കിൽ വളരെ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ അന്നൊന്നും ഇസ്കോണിൽ വന്നിട്ടില്ലായിരുന്നു. യഥാർത്ഥം ഞാൻ സത്യം പറയുക, ഇസ്കോണിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാ. എന്നിട്ട് അവർ കൊണ്ടുവരുന്ന ആ ചപ്പാത്തി അതും ഇതൊക്കെ ഉണ്ടല്ലോ, അവർ വളരെ പ്രേമമായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ശുദ്ധമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, തിരിച്ചയക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ദുഃഖം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രേമം നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവരല്ലേ, കേരളത്തിൽ നിന്ന് പോയവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ താന്ത്രിക വിധിയായിട്ടുള്ള പൂജാതി കർമ്മങ്ങളിലല്ലേ നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. അയ്യോ നമുക്ക് അകത്ത് കയറാൻ പാടില്ല, പൂജ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ആ രീതിയിലല്ലായിരുന്നു അന്ന്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അന്ന് അവരുടെ അതെല്ലാം തിരിച്ചയച്ചു. പക്ഷെ അന്ന് അതിന്റെ ദുഃഖം ഉണ്ടല്ലോ ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാ. എന്താന്ന് വെച്ചാൽ അറിവില്ലായിരുന്നു, ആ പ്രേമഭക്തി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ നോർത്ത് ഇന്ത്യൻസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ശിവരാത്രി വന്നു കഴിഞ്ഞാൽ അവർ സ്വയം ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യും. എന്നിട്ടുണ്ടല്ലോ പിന്നെ കൂളത്തിന് ഇല കൊണ്ട് ചെന്ന് ഭഗവാന്റെ ശിരസിൽ വെക്കും എന്നുള്ളത്, ആ പാദത്തിൽ വെക്കും എന്നുള്ളതാ. അന്നേരം നമുക്ക് അന്നേരം കിട്ടിയ ആ ഒരു മനോസംതൃപ്തി ഉണ്ടല്ലോ, ദൂരെ മാറി നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് പ്രേമഭക്തി. അന്നേരം എല്ലാവരും എന്റെ കണ്ണൻ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരുപാട് പ്രായമായ അമ്മമാരുണ്ട്. അവരെന്താ പറയുന്നത്, എന്റെ കണ്ണാ എന്റെ കണ്ണാ എന്റെ കണ്ണ. കണ്ണനും വേണ്ടുന്നത് അത് തന്നെയാ, എന്റെ കണ്ണൻ. പ്രേമഭക്തിയാ കണ്ണനും വേണ്ടുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രേമഭക്തിയോടുകൂടി ഭക്തിയോഗത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ സേവകളും ചെയ്യണം. ഭഗവത് പറയുന്നുണ്ട്, ദാസാന് 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 ദാസം എന്ന് പറഞ്ഞാല് ദാസന്മാരായിട്ട് എനിക്ക് സേവ ചെയ്യാനുള്ള അനുഗ്രഹം തരണം. അവര് പ്രീതിയായാലേ പിന്നെ ഭഗവാൻ, ഇവരെല്ലാവരും പ്രീതിയായി കഴിഞ്ഞാലേ ഭഗവാൻ പ്രീതനാകത്തുള്ളൂ എന്നുള്ളതാ. ഡയറക്റ്റ് ഭഗവാനെ പോയി സേവിക്കാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയും, എന്റെ ദാസന്മാരെ നീ ആദ്യം സേവിക്കൂ, എന്നിട്ട് എന്റെ അടുത്ത് വരൂ എന്ന് പറയാ. ആ ദാസന്മാര്, അതിനാണ് നമ്മളെ ഗുരുവിനെ സ്വീകരിക്കുന്നതിനുള്ളതാ. ഗുരുക്കന്മാര് തന്നെ പല പല ഗുരുക്കന്മാരുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ സെന്ററിലൊക്കെ സത്സംഗങ്ങൾ നടത്തുന്നത്, ആ സത്സംഗങ്ങളിൽ കൂടി നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കിട്ടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആ പ്രേമഭക്തിയില് നമ്മൾ ജീവിക്കണം. എന്നിട്ട് ആരാ ഇത് പറയുന്നത്? മെൽബദൂർ പറയുന്നത്. ഇച്ചിരി ഞാൻ ഓടുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, സമയം നമ്മുടെ കൂടെ നിൽക്കുന്നേ ഇല്ലെന്നുള്ളത് എത്ര പറഞ്ഞാലും മതി വരില്ല. കണ്ണന്റെ കാര്യമല്ലേ. അധ്യായാസകരാണി കർമ്മപടലാന്യാജന്മല ബോധേ ഭക്തിവദേതവാ ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ടാതർക്കപദേ പരം തവ ഭവോ ബ്രഹ്മാക്യമന്യേ പുനഃ ഛിദ്രാർത്ഥതീർദേ വിജിംത ബഹുവീ സിദ്ധം ജന്മാന്തരേ അത്യായാസകരാണി കർമ്മപടലാന്യാജന്മല ബോധേ ഭക്തിവദേതവാ ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ടാതർക്കപദേ പരം തവ ഭവോ ബ്രഹ്മാക്യമന്യേ പുനഃ ചിത്രാദത്തമൃതേ വിജിംത ബഹുവേ സിദ്ധന്തി ജന്മാന്തരേ സിദ്ധന്തി ജന്മാന്തരേ അത്യായാസകരാണി പടല അന്യാജര്യ നിര്യന്മല ബോധേ ഭക്തി പദേതവാ ഉചിത ആയാന്തി കിം താവത ക്ലിഷ്ട തർക്കപദേ പരം തവ ബഭു ബ്രഹ്മാക്യമന്യേ പുനഃ ഛിദ്രാർത്ഥം ഹൃദേ വിജിന്ത ബഹുവി സിദ്ധന്തി ജന്മാന്തരേ സിദ്ധന്തി ജന്മാന്തരേ. ഇച്ചിരി പാടുള്ളതാ ഈ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിയായിട്ട് അത്യായാസകരാണി കർമ്മ അന്യാചര്യ നിത്യന്മല ബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ടാ തർക്കപഥേ പരം തവ വപൂർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താദ്രത്വം ഹൃദേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർനിർമ്മല ബോധേ ഭക്തിപദേധവാ
രുചിതദാമായന്തി കിം താവതാ തൃഷ്ടാതർക്കപദേ വരം തവ ബ്രഹ്മാഖ്യമന്യേ പുനാ ഛിദ്രാർദ്ധത്വമൃതേ വിചിന്യ ബഹുപീം സിദ്ധ്യന്തി ജന്മാന്തരേ. ഹരേ കൃഷ്ണ. ബോധേ ഭക്തവതേ അഥവാ ഉചിതിത, അവിടെ ഉള്ളിച്ചിരി പാട്. പിന്നെ ചിത്രാർത്ഥത്വം ഹൃദയ. എന്നാലും നിങ്ങൾ നല്ലോണം വായിച്ചു ഒരു 3-4 ഇവിടെ നമ്മൾ വായിക്കുമ്പോഴുണ്ടല്ലോ അതങ്ങ് ശരിയായിക്കോളും കേട്ടോ. നമ്മൾ ആദ്യമേ വലിയ സംസ്കൃത പണ്ഡിതരൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് പോലും ഒരു 10 തവണയെങ്കിലും വായിച്ചാലേ ഇതൊക്കെ മനസ്സിലാവും. അത്രയ്ക്കും കട്ടിയായിട്ടുള്ള കാര്യമാണ്. അന്നേരം ഇതെന്താ പറയുന്നത്? അത്യാഴസകരാണ് കർമ്മപടലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മങ്ങൾക്കാൻ ഇത് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കർമ്മയോഗം കൊണ്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് അത്യായാസപരമായിട്ടുള്ള കാര്യങ്ങളാ ചെയ്യുന്നത്. പിന്നെയോ ബോധേ ഭക്തി പതേതവ ഉചിരിതം ആയന്തി കിം കാമത. പിന്നെയോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കർമ്മയോഗങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? മനഃശുദ്ധി വരുത്തും കേട്ടോ. മനഃശുദ്ധി വരുത്തിയിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ അടുത്തതോ ബോധേ ഭക്തി പതേതവ ഉചിരിത ആയന്തി കിം താവത. എന്നിട്ടോ ജ്ഞാനയോഗത്തിൽ വരും. ജ്ഞാനയോഗത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ജ്ഞാനങ്ങൾ ഇങ്ങനെ നേടിക്കൊണ്ടുണ്ടല്ലോ. എന്ത് പ്രയോജനമാ? പക്ഷേ അവര് പിന്നെയോ ക്ലിഷ്ടാതർക്ക പതേ പരം തവ ഭുഗൂർ ബ്രഹ്മാഖ്യമന്യേ പുന. യുക്തി ചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് യുക്തി അതങ്ങനെയാ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴുണ്ടല്ലോ അതങ്ങനെയാ ഇതെങ്ങനെയാ അതാണോ ശരിയാണോ അങ്ങനെ ഒരു സംശയം വരും. പക്ഷെ ആ സംശയം ഉണ്ടല്ലോ നമ്മളെ വളരെ എന്താ പറയുന്നത്, ശാസ്ത്രം നമ്മുടെ അമ്മയാണ്. ആ ശാസ്ത്രത്തെ നമ്മൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ആ സംശയം മൊത്തം ഭഗവാൻ തന്നെ മാറ്റിക്കോളൂ എന്നുള്ളതാണ്. നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ ആരാണെന്ന് കാണിച്ചു തരുന്ന ആ അച്ഛനെ നമ്മൾ അച്ഛൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോയി ഡൗട്ട് പറയാറുണ്ടോ? ഈ ചുമ്മാതെ ഇതൊന്നും എന്റെ അച്ഛനൊന്നും അല്ല പറയില്ലല്ലോ. അതേപോലെ ശാസ്ത്രം ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഭാഗവത അമല പുരാണം നമ്മളിപ്പോ സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്ലിപ്പായിട്ട് എഴുത്തിച്ചിട്ടുണ്ടല്ലോ നമുക്ക് എഴുതി തന്നിട്ടുണ്ടെന്നുള്ളതാ. അത് വളരെ ഒന്ന് മനസ്സിലെത്തി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് ഈ ലോകം എന്താണ്, ഈ ലോക സൃഷ്ടി എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്നുള്ളത്. അത് നമുക്കുണ്ട് സ്വയം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആചാര്യന്മാര് നമ്മള് ഗുരുക്കന്മാര് ഭഗവാൻ സ്വയം ഗുരുവായിട്ട് ഭഗവാൻ സ്വയം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ എന്തിനു വേണ്ടിയിട്ട് പോയി? തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് പോയി, മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഭഗവാനെ നിന്നിട്ടാ ഇതെല്ലാം വന്നില്ല. പിന്നെ എന്തോന്ന് ഭഗവാന് ഗുരുവിന്റെ അടുത്ത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ കർമ്മങ്ങളും ശ്രീകൃഷ്ണാവതാരത്തിലുണ്ടല്ലോ, ആ പൂർണ്ണ പുണ്യാവതാരത്തിലുണ്ടല്ലോ ഓരോ കർമ്മങ്ങളും ചെയ്തിരിക്കുന്ന ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ടാ, നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. എന്നിട്ടോ യുക്തി ചിന്ത കൊണ്ട് വിഷമിക്കുകയാണ് ആൾക്കാര്. നമ്മളെല്ലാവരും അങ്ങനെയാ. പല പല കാര്യങ്ങളും നമുക്ക് സംശയമാണെന്നുള്ളതാണ്. എന്നിട്ടോ ചിത്രാർത്ഥത്വം ഹൃദയ വിയുക്ത ബഹുവി സിദ്ധന്തി ജന്മാന്തരേ. ഇവരെല്ലാവരും കർമ്മയോഗക്കാരും ജ്ഞാനയോഗക്കാരും നിർഗുണവാദികളും എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? എത്ര എടുക്കും? ജന്മാന്തരേ, ഒരുപാട് ജന്മങ്ങൾ എടുക്കും അവർക്ക് മോക്ഷം കിട്ടി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അന്നേരം മിടുക്കരല്ലേ? നമ്മുടെ ഡയറക്റ്റ് കയ്യിലോട്ടാ വന്നിരിക്കുന്നേ, ഭക്തിയോഗത്തിലേക്ക്. അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നോളിന്. ആ ഭഗവാൻ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോകാതെ ഇറക്കുവാന്. ഇനി അടുത്തത് സമയമുണ്ടോ? തൽഭക്തിസ്തു കഥാരസാമൃതാഞ്ജലി നിർഭഞ്ജനേന സ്വയം സിദ്ധം ദേവിവല പ്രബോധ പദവീയാക്ലേശതത്വന്നതിയെ സദ്യാ സിദ്ധ്യകരീ ജയ ദൈവിവോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാദ്രതാ ദ്രുതധരം വാദാലയാദീശ്വര. തൽഭക്തിസ്തു കഥാരസാമൃതാഞ്ജലി നിർഭഞ്ജനേന സ്വയം സിദ്ധം വിമല പ്രബോധ പദവീയാക്ലേശതത്വന്നതിയെ സദ്യാ സിദ്ധികരീ ജയബ്ദി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാദ്രതാ ദ്രുതധരം വാദാലയാദീശ്വര. ത്വൽഭക്തിസ്തു കഥാ രസാമൃതാഞ്ജലി നിർമഞ്ജനേന സ്വയം സിദ്ധം വിമല പ്രബോധ പദവി ആക്ലേശ തത്സന്നയെ
സദ്യാസിദ്ധി ഹരി ജയത്തൈ വിഭോ ശൈവാസ്തുമേ തോൽപദം. അങ്ങയുടെ പദം. പ്രേമപ്രൗഢി രസാദ്രത ദ്രുതതരം ബാധാലയാധീശ്വര. ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതച്ഛരി നിർഭജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതസ്ത്വന്വതി സത്യസിദ്ധികരീ ജയത്വയി വിഭോ സൈവാസ്തു മേ ത്വത്പദം പ്രേമ പ്രൗഢി രസാദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളൂടെ പെട്ടെന്ന്. ഹരേ കൃഷ്ണ. ത്വൽഭക്തിസ്തു കഥാമൃത രസാമൃത പദരസാമൃതശ്ശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി അക്ലേശതസ്ത്വന്നതി സദ്യസിദ്ധികരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേ വാതാലയാധീശ്വര, എന്താണ് അങ്ങയുടെ ഭക്തി? ത്വൽഭക്തി. അങ്ങയുടെ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഥ രസാമൃതജ്ജരി, കഥ കേൾക്കണം ഭഗവാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കുമ്പോ തന്നെ ഇപ്പൊ നിങ്ങളെ ഞാൻ വൃന്ദാവനത്തിൽ കൊണ്ടുപോവാ, മാനസികമായിട്ട് കൊണ്ടുപോവാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാളിയ മർദ്ദനം എന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അതിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വൃന്ദാവനവാസികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടോ ആ ഭഗവത് ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അന്നേരം ആ ഓരോ കഥകളും നമ്മൾ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എന്തോ ഒരു ആനന്ദമാ. ആ ഭഗവത് ദർശനവും ഭഗവത് കഥകളും കേൾക്കണം നമ്മള്. എന്നിട്ടോ എന്ത് ചെയ്യണം? ആ അമൃത പ്രവാഹത്തില് സിദ്ധന്തി വിമല പ്രബോധ പദവി അക്ലേശതസ്തന്നതി, ആ കഥാരസത്തില് നമ്മൾ അങ്ങ് മുഴുകണം. ആ അമൃതത്തിലെ ആ ഭഗവാന്റെ ഏത് കാര്യം കേട്ട് കൃഷ്ണ എന്ന് കേട്ട്, ആ കൃഷ്ണ എന്തിനു വേണ്ടിയിട്ടാ? സന്ധ്യവിനിമയ അല്ല, സോറി, പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗർഗമുനി പേരിട്ട് തന്നെ ആ കൃഷ്ണ ആരെയെ ആകർഷിക്കുന്നു? മനസ്സിലായോ പറഞ്ഞേ? ആ കൃഷ്ണന്റെ പേരിടിയിൽ തന്നെ എവിടെയാ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എവിടെയാ നടന്നത്? പശുത്തൊഴുത്തി വെച്ചിട്ടാണെന്നുള്ളതാ. എന്തിനു വേണ്ടിയിട്ട്? കംസനെ പേടിച്ചിട്ട്. ആ കംസനെ പേടിച്ചിട്ടുണ്ടല്ലോ വെറും ഗർഗമുനി, രോഹിണി മാത, യശോദമയ്യ, നന്ദഗോപര്, രണ്ടുപേരും ബാലന്മാര് രണ്ടുപേരും, അവരെല്ലാരോടും അവിടെ ഇപ്പോഴും ആ ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്നിട്ടുണ്ടല്ലോ ഇപ്പോഴും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ആദ്യം ആ സൈഡിലുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുഞ്ഞിനെ കുളിപ്പിച്ച് അവിടെ വെച്ചിട്ടാ പേരടിയുന്നുള്ളതാ. ആ ഗാവുകാലുള്ള ആ ഗ്രാമവാസികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. ആ കിണർ ഇപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ വലിയ അമ്പലമായിട്ടൊന്നുമില്ല, പക്ഷെ ആ സ്ഥലം ഇപ്പോഴും അവർ കീപ്പപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാ. ആ ഗോശാലയായിരുന്നു അവിടെ മൊത്തം. നന്ദഗോപർക്ക് എത്ര പശുക്കളായിരുന്നു? 9 ലക്ഷം പശുക്കളായിരുന്നു. അന്നേരം ആ ഭഗവാന്റെ അല്ലയോ ഗുരുവായൂരപ്പ, എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക്? സദ്യാസിദ്ധി ഹരി ജയത്തൈ വിഭോ ശൈവാസുമേ ത്വത്പദ പ്രേമ പ്രൗഢി രസാദ്രത ദ്രുതതരം ഹിവാദാലയ ഈശ. എന്ത് വേണം? തൃപ്പാദങ്ങളിലുള്ള പ്രേമമാകുന്ന ആ അമൃത് ഞങ്ങളിലെ ആ ഭക്തി ഞങ്ങളിൽ ചൊരിയണമേ ഭഗവാനേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം നിർത്തുന്നത്. നമ്മളും അതുപോലെ എന്ത് ചെയ്യണം? ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. നമുക്ക് എന്തോ അറിയാം, നമുക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് സമുദ്രത്തിലെ ഒരു കുമ്പിൾ വെള്ളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, സംഭവിക്കത്തില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളും എന്ന് പറഞ്ഞ എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്ന വെറും മണ്ടത്തരമാ. ഒന്നും അറിയില്ല. ഭഗവാൻ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ആ ഭഗവാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ സ്വയമാണ് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം. അന്നേരം പട്ടതിരിപ്പാട് എന്താ പറയുന്നത്? ഹേ വാതാലയേശ്വര, അങ്ങയുടെ പ്രേമ ഭക്തി ഞങ്ങൾക്ക് അമൃതായിട്ട് ഞങ്ങളെ വർഷിക്കണേ ഭഗവാനെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദശകം നിർത്തുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. നിങ്ങളോട് പറഞ്ഞോളൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓരോ ദശകം കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭഗവാനെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം അറിയണം. അതേതായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ 2 ദശകം തീർത്തിരിക്കുന്നു. ഇനി 3ാമത്തെ ദശകത്തിലോട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോവാം. ഭഗവാന് ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഗോവിന്ദരാജ് പ്രഭുവും പൈതൽ പ്രഭുവും ഒക്കെ പറയുന്നത് പോലെ
ഏത് ദിവസം തലേന്ന് രാത്രി 10 മണിക്കായിരിക്കും ഫോൺ വരുന്നത്. എന്നാലും എന്തോ ഒരു സന്തോഷാ ഭഗവാന്റെ കാര്യങ്ങൾ പറയാനെ കൊണ്ടും കാര്യങ്ങൾ കേൾക്കാനെ കൊണ്ടും നിങ്ങൾ കാണിക്കുന്ന ആ സന്തോഷമുണ്ടല്ലോ ഭഗവാന്റെ ആ ഒരു കൃപയാണ് കേട്ടോ. ആ കൃപ മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ പറയാം, ഉണ്ണിക്കണ്ണനോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ എത്ര അഴകാണ് കാർമുകിലിൻ ചേലഴക്. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്. എന്തൊക്കെയുണ്ട്? പീലിയുണ്ട്, മാലയുണ്ട്, പുഞ്ചിരിയോ നൂറഴക്. പഴുതപ്രഭ സമയം പോയാ? ഹരി ബോൾ.